ഏതായാലും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് പോകുന്നതിന് പിന്നാലെ ചില മാധ്യമപ്രവർത്തകർ പ്രകോപനമുണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. കൃത്യമായി ഓരോ ദിവസവും കൃത്യം സമയങ്ങളിലാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്താറുള്ളത്. അതിനുശേഷം മുഖ്യമന്ത്രി ഇറങ്ങിപ്പോയപ്പോൾ ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ചില മാധ്യമപ്രവർത്തകരെത്തി. അതിൽ മുഖ്യമന്ത്രി മറുപടി പറയുകയും ചെയ്തു. ചോദ്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ പോരാ, കൃത്യമായി ചോദിക്കണം. ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയും ചെയ്തു. കൈരളിയുടെയും ദേശാഭിമാനിയുടെയും ചോദ്യങ്ങൾക്ക് മാത്രമാണല്ലോ മറുപടി പറഞ്ഞതെന്നാണ് ചില മാധ്യമപ്രവർത്തകർ ചോദിച്ചത്. പക്ഷേ മുഖ്യമന്ത്രിയോട് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം അദ്ദേഹം കൃത്യമായി മറുപടി പറയുകയും ചെയ്തു. മനസ്സിൽ വെച്ച ചോദ്യങ്ങൾക്ക് എങ്ങനെ മറുപടി പറയുമെന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉയരുകയും ചെയ്തത്. ഏതായാലും പ്രകോപനമുണ്ടാക്കാൻ ചില മാധ്യമപ്രവർത്തകർ ശ്രമിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവികം, നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മാധ്യമപ്രവർത്തകരുടെ അടക്കം പിന്തിരിപ്പൻ നിലപാടുകൾക്കെതിരെ ശക്തമായ മറുപടി മുഖ്യമന്ത്രി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിർഭൻ ചക്രവർത്തി ചേരുന്നുണ്ട് കൊല്ലത്ത്. നിർഭൻ, എന്താണ് സംഭവിച്ചത്? നമ്മൾ കണ്ടതാണ് ഈ വാർത്താ സമ്മേളനം ഇനി സമയം അവസാനിച്ചു. സാധാരണ പോലെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ജില്ലകളിലും നടത്തുന്ന വാർത്താ സമ്മേളനത്തിന് ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ വാർത്താ സമ്മേളനത്തിന്റെ സമയത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നതിന് മാറുകയും ചെയ്തു. അവിടെയാണ് ഏതൊക്കെയോ ചില മാധ്യമപ്രവർത്തകർ കുത്തിത്തിരിപ്പ് ഏർപ്പാടുമായി എത്തിയെന്ന് മനസ്സിലാക്കി. എന്താണ് സംഭവിച്ചത് അവിടെ? തീർച്ചയായും സിജു, വാർത്താ സമ്മേളനത്തിൽ കണ്ടുകൊണ്ടിരുന്നവർക്ക് വ്യക്തമായി മനസ്സിലാവുന്ന കാര്യമാണ്. അദ്ദേഹം കൃത്യമായി കേരളത്തിലെ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയം, കഴിഞ്ഞ 2016 മുതൽ 2026 വരെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ, കേന്ദ്രത്തിൻ്റെ അവഗണന, ഇതെല്ലാം എണ്ണി പറഞ്ഞ് ജനങ്ങൾ അപ്പോഴെല്ലാം കലവറയില്ലാത്ത പിന്തുണ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം LDFനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ച സ്വാഭാവികമായി ജനങ്ങളുടെ പിന്തുണയുണ്ടാകും എന്ന തരത്തിലുള്ള മുഖവരയോടുകൂടി അദ്ദേഹം വിഷയങ്ങൾ അവതരിപ്പിച്ച ശേഷം ആണ് ചോദ്യങ്ങളുണ്ടായത്. ചോദ്യങ്ങളിൽ സ്വാഭാവികമായും അദ്ദേഹത്തിനോട് പല മാധ്യമങ്ങളിൽ ചോദ്യം ചോദിച്ചു. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ച ശേഷം അദ്ദേഹം ഇറങ്ങുന്ന സമയത്താണ് ഇതിനിടയിൽ പലരും പല ചോദ്യങ്ങളും വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. അതിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട ഈ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പരസ്യ സംവാദത്തിന് തയ്യാറായിട്ടുണ്ട്, LDF മുഖ്യമന്ത്രി തയ്യാറാണോ എന്ന ചോദ്യം, വയനാട് ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഗ്യാരണ്ടികൾ നടപ്പിലാക്കിയ സർക്കാർ, ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടായി. ആ ചോദ്യങ്ങൾക്കൊപ്പമാണ് പല ഉപചോദ്യങ്ങളും ഉണ്ടായി. അതിന് മുഖ്യമന്ത്രി വിശദമായി മറുപടി നൽകി. ആ മറുപടിക്ക് ശേഷം ഇന്ന് സമയം പൂർത്തിയായി. സാധാരണ മുഖ്യമന്ത്രി കൃത്യം 10 മണിക്കാണ് വാർത്താ സമ്മേളനം പറഞ്ഞിരുന്നത്. ഒരിക്കൽ കൂടി ആ വാർത്താ സമ്മേളനത്തിന് ശേഷം നടന്ന കാര്യങ്ങൾ ഒരിക്കൽ കൂടി കണ്ടതിന് ശേഷം നിർഭനിലേക്ക് നമുക്ക് മടങ്ങി വരാം. മോശമാണ്, ആളുകളെ വിളിച്ചു വെച്ചിട്ട് ചോദ്യം ചോദിക്കാൻ പറ്റില്ല എന്ന് പറയും. ഇന്നലെ ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് അങ്ങാണ് ഏറ്റവും കൂടുതൽ വാർത്താ സമ്മേളനം നടത്തിയെന്നാണ്. അങ്ങനെ നടത്തിയ മാധ്യമപ്രവർത്തകർ മോശമാണ് ചെയ്യേണ്ടത്. ആളുകളെ വിളിച്ചു വെച്ചിട്ട് ചോദ്യം ചോദിക്കാൻ സമ്മതിക്കുന്നത്. ചോദിക്കാൻ അവസരം ചോദ്യം മനസ്സിലുണ്ടായാൽ പോരാ, ചോദ്യം മനസ്സിലുണ്ടായാൽ പോരാ. ഇവിടെ ചിലർക്ക് ചില ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശമാണ് ഇപ്പോൾ പ്രകടമായത്. ഇതേതെങ്കിലും വാർത്താ സമ്മേളനത്തിൽ കാണുന്ന കാര്യമാണോ? നിങ്ങളെല്ലാവരും ചോദിച്ചു. നിങ്ങൾ ഏത് മാധ്യമപ്രവർത്തകനാണെന്ന് ഞാൻ ചോദിച്ചില്ല. ആ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു. ആ മറുപടി വിശദമായിട്ട് പറഞ്ഞു. അതല്ലേ ഉണ്ടായത്. നിങ്ങളെല്ലാവരും കേട്ടിരിക്കുകയല്ലേ. നിങ്ങളെ ചിലരുടെ മനസ്സിൽ ചോദ്യം ഉണ്ടാവും. ആ ചോദ്യത്തിന് നിങ്ങൾ ചോദിച്ചാലേ ഉത്തരം പറയാൻ പറ്റൂ. എല്ലാവർക്കും ചോദ്യം ചോദിക്കാൻ ഒരു വാർത്താ സമ്മേളനത്തിൽ അവസരം കിട്ടിയെന്ന് വരുമോ? അപ്പോൾ സമയം കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്. നിർഭൻ ചക്രവർത്തി ഒരിക്കൽ കൂടി ചേരുന്നു. നിർഭൻ, വളരെ കൃത്യമായി തന്നെ ഈ നമ്മൾ വാർത്താ സമ്മേളനം ഇന്ന് കേരളത്തിലുള്ള എല്ലാവരും കണ്ടതാണ്. അതിൽ ആദ്യത്തെ ചോദ്യം, ആ സംവാദ പരിപാടിയുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ച നിർഭൻ ചക്രവർത്തിയായിരുന്നു. രണ്ടാമത്തെ ചോദ്യം സ്വാഭാവികമാണ്. രണ്ടാമത്തെ ചോദ്യം കേരളത്തിൽ എന്ന് ചോദിക്കേണ്ട 2 ചോദ്യങ്ങൾ. ഒന്ന്, VD സതീശൻ സംവാദത്തിന് ക്ഷണിച്ചത് ചോദ്യം നിർഭൻ ചക്രവർത്തി ചോദിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം അതോടൊപ്പം തന്നെ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നിർഭൻ ചോദിച്ചു. ഇതിനിടയിൽ ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ട് ഏതോ ഒരു മാധ്യമപ്രവർത്തകൻ ചോദ്യം ചോദിക്കുന്നത് കേട്ടു. കേരളത്തിലെ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ വളരെ വേഗം ചോദിക്കുക എന്നുള്ളതാണല്ലോ മാധ്യമപ്രവർത്തകർ ചെയ്യേണ്ടത്. അതിനുശേഷം ആ നിശ്ചിത സമയത്തിന് ഉള്ളിൽ ചോദ്യം ചോദിക്കാതിരിക്കുകയും പിന്നീട് പ്രകോപനം ഉണ്ടാക്കിയത് എന്തിനെന്നുള്ള സംശയം ഇവിടെ കേരളത്തിലെ പൊതുസമൂഹത്തിന് ഉയരുന്നുണ്ട്. നിർഭൻ, എന്താണ് സംഭവിച്ചത്? ആരൊക്കെയായിരുന്നു ഈ പ്രശ്നം ഉണ്ടാക്കിയത്? എന്തൊക്കെയാണ് പിന്നെ അവരുടെ ഈ മുഖ്യമന്ത്രി നൽകിയ മറുപടി എന്തായിരുന്നു? തീർച്ചയായും
തീർച്ചയായും നമ്മൾ ഈ വാർത്താ സമ്മേളനം തുടക്കം മുതൽ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് തന്നെയാണ് സിജുവും ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യമാണ് സിജുവും ഇപ്പോൾ എന്നോട് മുഖവരിയായി ചോദിച്ചത്. ആ വാർത്താ സമ്മേളനം കൃത്യം 10 മണിക്ക് ആരംഭിക്കുന്നു. അദ്ദേഹം മുഖ്യമന്ത്രി സർക്കാരിൻ്റെ വിലയിരുത്തൽ, വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെ ബ്രീഫ് ചെയ്യുന്നു. അതിനുശേഷം സ്വാഭാവികമായ കേരളം അറിയേണ്ട ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുക സ്വാഭാവികമാണ്. അതിൽ ഏത് ചോദ്യത്തിനാണ് മുൻഗണന നൽകുക എന്ന കാര്യം ചോദ്യകർത്താക്കളാണ് തീരുമാനിക്കുക. അവർ പെട്ടെന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ആദ്യത്തെ ബ്രീഫിംഗ് കഴിഞ്ഞുടൻ തന്നെ ഫസ്റ്റ് ചോദ്യം സ്വാഭാവികമായി കൈരളിയുടെ ഭാഗത്ത് നിന്ന് നമ്മളാണ് ആദ്യം ചോദിക്കുന്നത്. ആദ്യം ചോദിച്ചു, അതിനുമായി ബന്ധപ്പെട്ടാണ് രണ്ടാമത് ചോദ്യവും കൂടി വരുന്നത്. അത് അറിയാൻ ഇത് ഈ ബഹളമുണ്ടാക്കിയ മാധ്യമപ്രവർത്തകർ നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് എന്തെങ്കിലും പിശകുള്ളതാണോ, കേരളത്തിൽ റിലവൻ്റ് ആയിട്ടുള്ള കേരളത്തിലെ ജനങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന, മുഖ്യമന്ത്രിയിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളല്ലേ കൈരളി ചോദിച്ചത് എന്നതൊരു പ്രസക്തമായ ചോദ്യമാണ്. കാരണം കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ കേരള വികസനത്തെ ഫോക്കസ് ചെയ്യുന്നത് LDF-ന്റെ വിമർശനത്തെ, അത് ഫോക്കസ് ചെയ്യാൻ പ്രതിപക്ഷം തയ്യാറാകുന്നില്ല എന്ന വിമർശനത്തെ അംഗീകരിച്ചുകൊണ്ട് പരസ്യ സംവാദത്തിന് റെഡിയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അത് മുഖ്യമന്ത്രിയോട് ചോദിക്കേണ്ട ഉത്തരവാദിത്വം സ്വാഭാവികമായും ആ വാർത്താ സമ്മേളനത്തിൽ ഇരുന്ന മാധ്യമപ്രവർത്തകർക്കുണ്ട്. അതാണ് കൈരളി ചോദിച്ചത്. തൊട്ടാണ് ഈ വയനാടുമായി ബന്ധപ്പെട്ട ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട് പലതരത്തിൽ ഗ്യാരണ്ടി വന്നിട്ടുള്ള ഈ ഉദാഹരണങ്ങൾ സഹിതം മറ്റൊരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു. അതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞ പുതിയൊരു വാദം മുന്നോട്ട് വെച്ചു. ഇതുവരെ പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടി കടന്ന് അദ്ദേഹം പറഞ്ഞു, സർക്കാർ നമുക്ക് ഭൂമി അനുവദിക്കില്ല. PK കുഞ്ഞാലിക്കുട്ടിയും താനും ഭൂമി സർക്കാരിനോട് ചോദിച്ചു. അതിൽ മുഖ്യമന്ത്രിയുടെ മറുപടി അറിയണ്ടേ? മുഖ്യമന്ത്രി വളരെ വ്യക്തമായി പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ശുദ്ധ നുണയാണ്. അങ്ങനെ ഒരു യോഗത്തിലും അങ്ങനെ ആവശ്യപ്പെട്ടില്ല. അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഈ വയനാട് ടൗൺഷിപ്പ് പദ്ധതി നടപ്പിലാക്കിയ, അതിന് നേതൃത്വം വഹിച്ച LDF സർക്കാരിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനെന്ത് മറുപടി പറയണം എന്ന് ചോദിക്കേണ്ട ബാധ്യത നമുക്കുണ്ടല്ലോ. അത് ചോദിച്ചു. പക്ഷേ ഈ ചോദ്യങ്ങൾക്കിടയിൽ പല ചോദ്യങ്ങൾ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ട ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം വ്യക്തമായി പറഞ്ഞു, സമയം പൂർത്തിയായി, കൃത്യമായി അടുത്ത യോഗ സ്ഥലത്തേക്ക് അദ്ദേഹത്തിന് പോകേണ്ടതാണ്. ചവറയിലെ യോഗത്തിലാണ് പോകേണ്ടത്. ഇവിടെ നിന്ന് ഓടി അവിടെ എത്തേണ്ടതുണ്ട്. കൃത്യം 10 മണിക്ക് തന്നെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വന്നത്? ഇവിടെ നിന്ന് അടുത്ത് നിശ്ചയിച്ചിട്ടുള്ള 11 മണി യോഗമാണ് നിശ്ചയിച്ചിട്ടുള്ളത്. 11:15 11:20 മുഖ്യമന്ത്രി അവിടെ എത്തിയാലേ യോഗം ആരംഭിക്കുകയുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം വാർത്താ സമ്മേളനം പൂർത്തിയാക്കി. ഇന്ന് തന്നെ ഈ ജില്ലയിൽ നിരവധി യോഗങ്ങളുണ്ട്. അവിടേക്ക് പോകുന്നതിന് വേണ്ടിയാണ് സമയക്രമം പാലിക്കുന്ന മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്നത്തെ സമയം പൂർത്തിയായി, അതുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി എണീറ്റ് നടക്കുന്നതിനിടയിൽ നമ്മളൊക്കെ തന്നെ സാധാരണ വാർത്താ സമ്മേളനങ്ങൾ നമ്മുടെ എതിരഭിപ്രായം മുന്നോട്ട് വയ്ക്കും. VD സതീശൻ, പ്രതിപക്ഷ നേതാവ് VD സതീശനോ KC വേണുപോലോ വാർത്താ സമ്മേളനമൊക്കെ നടത്തുമ്പോൾ നമ്മൾ എതിരഭിപ്രായം ഉന്നയിക്കും. ഈ ചോദ്യത്തിന് മറുപടി പറയാതാണ് അങ്ങ് പോകുന്നത്. ഈ ചോദ്യം നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടില്ലേ? താങ്കളുടെ ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ടാണോ, അതോ താങ്കൾ മനഃപൂർവ്വം മറുപടി പറയാത്തതാണോ എന്ന ചോദ്യങ്ങൾ ഉന്നയിക്കും. പക്ഷേ അങ്ങനെയല്ല. നമ്മുടെ ഈ മാധ്യമപ്രവർത്തകർ, സഹപ്രവർത്തകരായ മാധ്യമപ്രവർത്തകരൊക്കെ തന്നെ ഒരു പടി കൂടി കടന്ന് മുഖ്യമന്ത്രിയെ പിന്തുടർന്ന് താങ്കൾ കാണിക്കുന്ന വളരെ മോശമാണ്, കൈരളിക്കും ദേശാഭിമാനിക്കും മാത്രമാണ് താങ്കൾ മറുപടി നൽകുന്നത് എന്ന തരത്തിൽ വളരെ പ്രകോപനം സൃഷ്ടിക്കുന്ന തരത്തിൽ മുഖ്യമന്ത്രിയോട് ചോദിച്ചു. ആദരണീയനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. എല്ലാ ജില്ലകളിലും എല്ലാ സ്ഥലങ്ങളിലും വാർത്താ സമ്മേളനം നടത്തുന്ന മനുഷ്യനാണ്. വാർത്താ സമ്മേളനം മനസ്സിലായത്. സാധാരണഗതിയിൽ ഇപ്പോൾ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ഈ കഴിഞ്ഞ 6 ദിവസത്തിലേറെയായി മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തുന്നു. അവിടെയല്ല അരമണിക്കൂർ അല്ലെങ്കിൽ 35-40 മിനിറ്റ്. കൊല്ലത്ത് സാധാരണ സമയത്തേക്കാൾ അധിക സമയം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷേ കേരളത്തിലെ ജനങ്ങൾ അറിയേണ്ടതായ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ് കൈരളി നിർഭൻ ചക്രവർത്തി ചോദിച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കഴിഞ്ഞ ദിവസം VD സതീശൻ സംവാദത്തിന് മുഖ്യമന്ത്രിയെ ക്ഷണിക്കുന്നു. അദ്ദേഹം സംവാദത്തിന് ക്ഷണിച്ച നല്ല കാര്യം, അതുമായി ബന്ധപ്പെടുത്തിയ മറ്റു ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. രണ്ടാമത് ചോദിച്ചാണ് വയനാട് ദുരന്തബാധിതരുമായി ബന്ധപ്പെട്ട ഗ്യാരണ്ടിയുടെ വിഷയം. മൂന്നാമത് ചോദിച്ചാണ് അവിടെ കോൺഗ്രസ് എടുത്ത നിലപാടുകൾ. ഇതായിരുന്നില്ലേ മാധ്യമപ്രവർത്തകർ ചോദിക്കേണ്ടിയിരുന്നത്? സമയപരിധി കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്തിനായിരുന്നു ഈ ബഹളം എന്ന് സ്വാഭാവികമായും മലയാളികൾ ചോദിക്കുന്നുണ്ട്. തീർച്ചയായും മുഖ്യമന്ത്രി പറഞ്ഞ മറുപടിയിൽ അതുണ്ട് സിജു. മുഖ്യമന്ത്രി പറഞ്ഞത് ചോദ്യം മനസ്സിലുണ്ടായിരുന്നാൽ പോരാ, ചോദ്യം ചോദിക്കണം. മുഖ്യമന്ത്രിയുടെ ചെവിയിലേക്ക് എത്തുന്ന ആ വാർത്താ സമ്മേളനത്തിൽ വരുന്ന ചോദ്യങ്ങൾ മനസ്സിലാക്കിയ ശേഷമാണ് മുഖ്യമന്ത്രി പ്രതികരിക്കുന്നത്. ആ ചോദ്യങ്ങൾ വന്നു. ആദ്യത്തെ ചോദ്യം കൈരളി ചോദിച്ചു. ആ ചോദ്യം അദ്ദേഹം ശ്രദ്ധിച്ച ശേഷം മറുപടി പറഞ്ഞു. അത് മാത്രമല്ല, മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ തിരിച്ചു മടങ്ങിയ ശേഷം ഈ പ്രകോപനം ഉണ്ടാക്കിയ മടങ്ങി വന്ന മുഖ്യമന്ത്രി പറഞ്ഞ വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ആ ചോദ്യം മനസ്സിലുണ്ടായിരുന്ന പോരാ, ചോദ്യം ചോദിക്കണം. ചോദിച്ചാൽ ഇതിന് ഉത്തരം പറയും. ഇവിടെ ചിലർ വളരെ ബോധപൂർവം വന്ന് ഇങ്ങനൊരു വിഷയം ഉണ്ടാക്കുക എന്ന വേറെ ലക്ഷ്യത്തോടെ വരുന്നവരുണ്ട് എന്ന കാര്യം മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്, ഇക്കാര്യങ്ങളിൽ ഏത് മാധ്യമപ്രവർത്തനാണ് ചോദിക്കുന്നതെന്ന് നോക്കിയല്ല താൻ ഉത്തരം പറഞ്ഞത്, തൻ്റെ മുന്നിലെത്തിയ ചോദ്യങ്ങൾക്കാണ്. അത് മറ്റ് മാധ്യമപ്രവർത്തകർ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, കൈരളിക്കും ദേശാഭിമാനിക്കും വേണ്ടിയാണോ ഈ വാർത്താ സമ്മേളനം നടത്തുന്നത്, ഇനിമേലാൽ ഇങ്ങനെയുള്ള വാർത്താ സമ്മേളനം മുഖ്യമന്ത്രി വിളിക്കരുത്, തങ്ങളെ വിളിച്ച് അവഹേളിക്കുന്നതാണെന്നൊക്കെയാണ് ഈ മാധ്യമപ്രവർത്തകർ വിളിച്ചു പറഞ്ഞത്.